നമുക്ക് ഇന്നൊരു അടപ്രഥമൻ ഉണ്ടാക്കാമേ. ഞാൻ അതിനെ അട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ശർക്കര പാനിയാക്കി അതും വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉരുളിക്കകത്തോട്ട് ഒഴിച്ച് ഈ ശർക്കര ഒന്ന് തിളയ്ക്കുന്നുണ്ട് ഈ അട നമുക്ക് കോരി ഇടണം. ഇട്ട് കഴിയുമ്പോൾ അത് നല്ലതായിട്ട് ഈ ശർക്കരക്കകത്ത് കിടന്നൊന്ന് വേഗണേ. ആ കൂട്ടത്തിൽ ഞാനന്ന് ഈ ചവ്വരി ഇച്ചിരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ആ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് അത് രണ്ടും കൂടെ നമ്മൾ കൈ എടുക്കാതെ ഒന്ന് ഇളക്കണം. ഇളക്കി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഞാനൊരു 5 തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നേ. അത് തിരുമ്മി അതിൻ്റെ പാലെടുത്തിട്ടുണ്ട്. അതപ്പം നമുക്ക് ആ പാല് ഞാൻ 2 പ്രാവശ്യം പിഴിഞ്ഞുള്ളേ. തലപ്പാൽ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ആ രണ്ടാം പാലിനകത്ത് ഈ അട നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ അതിനകത്ത് ഞാൻ എന്നിട്ട് ഞാനത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് ഇതായി കഴിയുമ്പോൾ ഞാൻ ഒരു 3 പാക്കറ്റ് പാല് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ പാല് ഞാൻ അതിനകത്ത് ഒഴിച്ച് ഒന്ന് ഇളക്കി നല്ല ഇതാക്കി ഒന്ന് കുറുകുന്ന പരുവാവുന്നുണ്ട്. നമ്മൾ ഈ തലപ്പാലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിനകത്ത് ഒഴിച്ച് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ ഈ ആ തലപ്പാലിനകത്ത് നമ്മൾ ഈ ഏലക്കായും ജീരകവും ചുക്കും കൂടെ ഇട്ട് ഇളക്കിയാണ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു മുറി തേങ്ങ എടുത്ത് അത് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മുന്തിരിങ്ങ അത് ഉണക്കമുന്തിരിങ്ങ അത് മാറ്റി വെച്ചിട്ടുണ്ട് വറുത്ത്. പിന്നെ കപ്പലണ്ടി കശുവണ്ടി അതെല്ലാം കൂടെ വറുത്ത് മാറ്റി വെച്ച് വറുത്ത് ചേർത്തെല്ലാം നെയ്ക്കകത്താണ്. ലാസ്റ്റ് വാങ്ങാൻ നേരത്തെ ഇച്ചിരി നെയ്യും കൂടെ ഒഴിക്കണം. പായസം നമ്മൾ വാങ്ങാറാകുമ്പോഴത്തേനും ഞാൻ അതും കൂടെ ഇട്ട് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അതെ, ഞങ്ങൾ കുറച്ച് കറികളൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചു തരാമേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.